അടുക്കളയിലാണ്, ഇത് വേഗം തീർക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ഞാൻ എഴുതിയിട്ടുണ്ട് ബോർഡിൽ, പക്ഷേ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ അടുക്കളയിലാണ്, ഐ ആം ബ്ലാങ്ക് ദ കിച്ചൺ. ഇൻ ദ കിച്ചൺ ആണോ, ഓൺ ദ കിച്ചൺ ആണോ, അറ്റ് ദ കിച്ചൺ ആണോ? ഇപ്പം നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിലാണ്, ഇതൊരു റൂമാണെന്ന് വിചാരിച്ചോ. ആ റൂമിൻ്റെ ഉള്ളിലാണ് നമ്മളെങ്കിൽ നമ്മൾ അവിടെ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊരു ഫ്ലോർ ആണിത്, അതിൻ്റെ പുറത്താണെങ്കിൽ അങ്ങനത്തെ കേസിൽ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. ഇനി നമ്മളൊരു സ്ഥലത്താണ്, ആ സ്ഥലം സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ മിക്കവാറും ഉദ്ദേശിക്കുന്നത് നമ്മൾ കിച്ചൻ്റെ ഉള്ളിലാണെന്നാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളൊരു മുറിയുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഉള്ളിലാണ്, കാറ് അങ്ങനത്തെ എന്തെങ്കിലും സാധനത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ ആം ഇൻ ദ കിച്ചൺ. ഇനി ഇത് വേഗം തീർക്കാം, ലെറ്റ്സ് ഫിനിഷ് ബ്ലാങ്ക് ക്വിക്ക്ലി. ഇവിടെ ഇത് എന്നുള്ളതിന് പകരം നമ്മൾ ദിസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, ദീസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ദീസ് യൂസ് ചെയ്യുന്നത് ഇവ അല്ലെങ്കിൽ ഇതൊക്കെ എന്നെടുത്ത് പറയുമ്പോഴാണ്, ഇതൊക്കെ അല്ലെങ്കിൽ ഇവ എന്നെടുത്ത് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ദീസ് യൂസ് ചെയ്യും. ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് എന്ന് പറയുമ്പോഴാണ്. ഇപ്പം ഇവിടെ അത് വേഗം തീർക്കാം എന്നാണെങ്കിൽ നമുക്ക് ദാറ്റ് എഴുതാമായിരുന്നു, പക്ഷേ ഇവിടെ ഇത് വേഗം തീർക്കാം എന്നാണ്. സോ നമ്മൾ ദിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ഫിനിഷ് ദിസ് ക്വിക്ക്ലി. താങ്ക് യു. English Mitra. Stop worrying, start learning.